ഈ അണ്ടകടാഹത്തെ മുഴുവനും അള്ളാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ അള്ളാഹു ജല്ല വഅല മാത്രമാണ്. അത് അള്ളാഹുവിന്റെ സവിശേഷതകളിൽപ്പെട്ടതാണ്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വം. ഇവിടെ അലവി സഖാഫി ഇപ്പൊ പറയുന്നത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ മാത്രം അധികാര പരിധിയിലുള്ളതാണ്. അതിൻ്റെ മുഴുവൻ കൈകാര്യകർത്തൃത്വവും അത് അള്ളാഹു ജല്ലവാലയാണ് എന്നുള്ളതാണ് അലവി സഖാഫി പറയുന്നത്. ഇത് ഒരു മുഖാമുഖത്തിൽ ഒരു യുവാവ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് പറയുന്നത്. മുദബ്ബിറുൽ ആലം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞാടി സമസ്ത മുഖാമുഖം എന്നാണ് ഇതിന് ചില ആളുകൾ പേര് നൽകിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ എന്താണ്? ലോകം നിയന്ത്രിക്കുന്ന അള്ളയാണെന്നുള്ള ഇതന്നെയല്ലേ ഇപ്പം എല്ലാവരും പറയണത്. പരിശുദ്ധ ഖുർആനും സ്വഹിയായ ഹദീസും അതുപോലെ തന്നെ അയിമത്തിൻ്റെ ഉലമാക്കളായിട്ടുള്ള പണ്ഡിത കേസരികൾ ഇമാമിയങ്ങൾ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള അത് തന്നെയാണ്. നിങ്ങളാണ് പറഞ്ഞു പാടിപ്പുകഴ്ത്തി നടക്കുന്നത്. മടവൂരിലുള്ള CM അബൂബക്കർ ബാക്കവിയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അത് ഏതുവരെ എന്ന് പറഞ്ഞാൽ CM ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് ഉറങ്ങിപ്പോയാൽ ഈ ലോകത്ത് ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ മുഴുവൻ കൂട്ടിമുട്ടും എന്ന തരത്തിലേക്ക് പറഞ്ഞതാരാണ്? നിങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നുവെങ്കിൽ അൽഹംദുലില്ലാ, അത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ദഅവ പ്രവർത്തകരുടെ വിജയം തന്നെയാണ്. അവർ ആരുടെയും ആക്ഷേപത്തിന് മുഖം കൊടുക്കാതെ, ആരുടെ ആക്ഷേപവും മുഖവിലക്കെടുക്കാതെ അതിനുവേണ്ടി നിതാന്ത പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമാണ്. എന്തായാലും ബാക്കി എന്താന്ന് കേൾക്കാം. റസൂലിന്റെ കാലത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന മുദബ്ബിറുൽ ആലം ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. 1 ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞോളി, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ. ഒന്നാ ചോദിച്ചത് 4 ആളെ പേര് ഞാൻ പറഞ്ഞില്ലേ, എഴുതി വെച്ചോളി. ഇവിടെ ഒന്നാണ് ചോദിച്ചത്, 4 ആളെ പേര് ഞാൻ പറഞ്ഞില്ലേ എന്നാണ് അലവി സഖാഫി ആ സഹോദരനോട് ചോദിക്കുന്നത്. എന്താണ് ആ സഹോദരൻ ചോദിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുദബ്ബിറുൽ ആലം, അന്നത്തെ CM മടവൂർ ഔലിയക്കാക്ക, അത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മലക്കുകൾ ഇന്നില്ലേ? അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നും അവരില്ലേ? ഇന്നെങ്ങനെ ആ മലക്കുകളുടെ അധികാരപരിധിയൊക്കെ ഇപ്പോൾ CM മടവൂർ ഔലിയക്കാക്കയ്ക്ക് വന്ന് എന്നുള്ളത് അത് മറ്റൊരു സംശയമാണ്. എന്തായാലും തുടരട്ടെ. റസൂലുള്ളാഹി തന്നെ ഒരു നിയന്ത്രിക്കുന്ന ആളാണ്. പിന്നെ റസൂലുള്ളാഹി തന്നെ ഒരു നിയന്ത്രിക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ മുദബ്ബിർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ മുദബ്ബിർ. ലോകത്തിന്റെ മുദബ്ബിർ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവൽ സ്പർശങ്ങളുള്ള എല്ലാ സംഗതികളിലും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ്? അല്ലാഹു ആണ്. ഇതന്നെയല്ലേ വഹാബ് സഖാഫി എവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണാവകാശം ഉള്ളത്, ഉറങ്ങിപ്പോയാൽ വിമാനങ്ങൾ പോലും കൂട്ടിമുട്ടുന്നത് CM മടവൂരാണ് എന്ന് ആരേ പറഞ്ഞത്? ഇതിപ്പോൾ ആര് പറഞ്ഞു എന്നാ അപ്പം നിങ്ങൾ പറയണത്? നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിഷേധിക്കേ. ഇതിന്റെ ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. ബാക്കി പറയും. അർസിലെക്കാളും വലുതാണ് കുർസി. അങ്ങനെ അതിന്റെ ഒക്കെ മൊത്തം നിയന്ത്രണമാണ് CM മടവൂര് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഇതില് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രമാണം എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഇന്ന് CM മടവൂരാണ് നിയന്ത്രിച്ചത് എന്നതിന് എന്താണ് പ്രമാണം എന്ന് കൂടി പറയാം. അത് നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്നത് വ്യക്തമാണ്. ഇവിടെ ഇവർ പറഞ്ഞു നടക്കുന്നതിനുള്ള പ്രമാണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താ മറുപടി നമുക്കൊന്ന് കേൾക്കാം. അതായത് ലോകം നിയന്ത്രിക്കുന്ന ആള് CM മടവൂരാണോ അല്ലേ? അപ്പൊ ആണ് എന്ന് സുന്നികളും അല്ല എന്ന് മുജാഹിദുകളും പറയും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം സുന്നികളുടെ മുജാഹിദുകളുടെ ഇടയിലില്ല. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം സുന്നികളുടെ മുജാഹിദുകളുടെ ഇടയിലില്ല. നമുക്കിപ്പോ ലോകം നിയന്ത്രിക്കുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മളൊരാളെ കുറിച്ച് പറയണമെങ്കിൽ അതിന് നമുക്ക് കൃത്യമായൊരു തെളിവ് കിട്ടണം. അല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഔലിയാക്കൾക്കുള്ള മഹത്വങ്ങളൊക്കെ നൽകപ്പെടും എന്ന അർത്ഥത്തിൽ അങ്ങനെ അവർക്കും അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ടായേക്കാം എന്നൊരാൾ അയാളുടെ ബോധ്യത്തിനനുസരിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾ ആണ് അതിന് ഉത്തരവാദി. അത് അവരാണത് പറയേണ്ടത്, വിശദീകരിക്കേണ്ടത്. വളരെ വ്യക്തമാണ്.
ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. CM മടവൂർ ഔലിയക്കാക്കയാണ് മുദബ്ബിറുൽ ആലം എന്നുള്ളത് ആരെ ആദ്യം പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഐക്യദാർഢ്യവും അതുപോലെ പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ആദർശ നിലപാടുകളോട് വിയോജിപ്പ് അത് ഏത് സമയത്തും പറയാറുള്ളതാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പോ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ആരാണോ അത് പറഞ്ഞത് അവരാണത് വിശദീകരിക്കേണ്ടത്, അവരാണ് അതിന്റെ ഉത്തരവാദി എന്നാ. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദി AP അബൂബക്കർ മുസ്ലിയാർ, രണ്ടാമത്തെ ഉത്തരവാദി പകരം മുഹമ്മദ് അഹ്സനി, മൂന്നാമത്തെ ഉത്തരവാദി നൗഷാദ് അഹ്സനി, നാലാമത്തെ ഉത്തരവാദി ഇനി 4, 5 എന്നൊന്നുമില്ല, ഈ മൗലിയാക്കന്മാരൊക്കെ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഈ മുസ്ലിയാരടക്കം എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവാണ് ഈ ലോകം ആലം നിയന്ത്രിക്കുന്നത്. ഇനി ഇതിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ചെറിയൊരു കാര്യം, മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇനി മുസ്ലിയാക്കന്മാരല്ല സാധാരണക്കാരായ ആളുകൾ ആരെങ്കിലും, ഇപ്പോൾ മുസ്ലിയാക്കന്മാർ അസാധാരണക്കാരെന്നല്ല പറയുന്നത്, കിതാബ് ഓതി പഠിക്കാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് മറ്റൊന്നുമല്ല, മങ്കൂസ് മൗലൂദിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആലം പടക്കുന്നതിന് മുൻപായിക്കൊണ്ട്, ആലം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ് എന്നുള്ളത്. അള്ളാഹു അല്ലാത്തതൊക്കെ ആലം എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ളത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രതാപവും മാത്രമാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമാണ്. അത് തന്നെയാണ് ഏകത്വം, അത് തന്നെയാണ് മാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലം പടക്കുന്നതിന് മുമ്പും പടച്ചിട്ടുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് എന്നാണ് ഈ പറയപ്പെട്ട മുസ്ലിയാക്കന്മാരും ഇതല്ലാത്ത മുസ്ലിയാക്കന്മാരും പറഞ്ഞു നടക്കുന്നത്. എന്താണ് ആലം എന്ന് പറഞ്ഞാൽ എന്നാണ് വിശദീകരിക്കുന്നത്? അള്ളാഹു അല്ലാത്തതൊക്കെ ആലം എന്നാണ്. ആലം പടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാന്റെ റൂഹ് പടച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണപ്പോൾ? ആലത്തിൽപ്പെട്ടതല്ലേ? അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറും അള്ളാഹുവും അത് മാത്രമാണോ ഈ ആലത്തിൽ നിന്ന് മാറ്റമുള്ളത്? ചിന്തിക്കണം നിങ്ങൾ. ഇവർ എഴുതി വെക്കപ്പെട്ടത്, ഇവർ പറഞ്ഞു നടക്കുന്നത്, കള്ളങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയപ്പെട്ട മങ്കൂസ് മൗലൂദിൽ ഒരു സ്വപ്നകഥ പറയുന്നുണ്ട്. ആ സ്വപ്നകഥ പറയുന്നത് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യനാണ് ആ സ്വപ്നം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. ഒരു കാര്യം അത് ഒരാൾ വന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ അവിടെ ചില ഷർത്തുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇവരോടൊക്കെ ചോദിച്ചാൽ മതി. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്, ഈ ആലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ലോകം എന്നാണ്ട് പറഞ്ഞു പോയാൽ പോരാ. ഈ ലോകം മാത്രമല്ല, പരലോകമുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം മാത്രമല്ല, ഇനി മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം, അള്ളാഹു അല്ലാത്ത എന്തുണ്ടോ അതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് പോരുന്ന മുദബ്ബിറുൽ ആലം എന്നുള്ളത് അള്ളാഹു ആണ്. പിന്നെ വൽ മുദബ്ബിറാത്ത് അംറ എന്ന് പറഞ്ഞ ആ ആയത്ത് അത് ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുദബ്ബിറുൽ ആലം ആരൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അലവി സക്കാഫി ഒരു 4 മലക്കുകളെ പേര് പറഞ്ഞു, 4 എഴുതി വെച്ചോളി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അത് ആ ഒരു വിഷയം സംബന്ധിച്ച് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇമാം റാസിയുടെ തഫ്സീറിൽ അതിന് മറ്റൊരു നിരൂപണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിക്കുകയും അത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് അത് ശരിയല്ല എന്നുള്ളതാണ് ലോകം നിയന്ത്രിക്കുന്നത്. ബുദ്ധിയും ബോധമുള്ള ഏതൊരാൾക്കും, ഇനി ബുദ്ധി ഇല്ലാത്ത കുട്ടിനോട് പോയി ചോദിച്ചാലും പറയും ആരാണ് ലോകം സൃഷ്ടിച്ച്? അള്ളാഹുവാണ്. ആരാണ് ലോകം പരിപാലിക്കുന്നത്? അള്ളാഹുവാണ്. ആരാണ് ഈ ലോകത്തിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ? അള്ളാഹുവാണ്. പിന്നെ ഇവര് ഈ കിതാബ് ഓതി പഠിച്ചപ്പോൾ തലകുയിക്കാൻ കുത്തായിട്ട് ഇങ്ങനെ പറയണു എന്നുള്ളതിന് മുസ്ലിം ഉമ്മത്ത് ഉത്തരവാദിയല്ല, അതിന് ഇവർ മാത്രമാണ് ഉത്തരവാദി എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അവർ തന്നെ പറയുന്നു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന്. എന്നിട്ട് അതിനവർ ഉദാഹരണം പറയുന്നത് എന്താണ്? ഇപ്പൊ അലവി സക്കാഫി വന്ന കാറ്, ആ കാറ് നിയന്ത്രിച്ചത് അലവി സക്കാഫിയുടെ ഡ്രൈവറാണെന്നാണ് പറഞ്ഞത്. ആ നിയന്ത്രണം, ആ കാറ് നിയന്ത്രിക്കുന്നത് അലവി സക്കാഫിയുടെ ഡ്രൈവറാണ്. ഓക്കെ, അലവി സക്കാഫിയുടെ ഡ്രൈവറാണ്ട് മരിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ജാറം പൊക്കിയാലും ഇല്ലെങ്കിലും ആ ഡ്രൈവർ പിന്നീട് അലവി സക്കാഫി എങ്ങളെ കാറ് നിയന്ത്രിക്കോ? പിന്നെ പറയുന്നത് ഈ ചോദ്യം ചോദിച്ച ആളുടെ, ഈ മുഖാമുഖത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഈ ചോദ്യം ചോദിച്ച ആളോട് ഇവർ പറയണേ നിങ്ങളുടെ വീടൊരു പക്ഷേ നിയന്ത്രിക്കുന്നത് നിങ്ങളായിരിക്കാം. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയല്ലേന്ന്. അങ്ങനെയെങ്കിൽ അലവി സക്കാഫിയെ, വഹാബ് സക്കാഫി എങ്ങളോട് ചോദിക്കാനുള്ളത്, ആ മനുഷ്യൻ ഇവിടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, ഇന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഹയാത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, താങ്കൾക്കും അറിയില്ല. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ വീട് നിയന്ത്രിക്കോ?
അയാളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഏത് കിതാബ് പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ വിധത്തിൽ മന്ദബുദ്ധികളും അന്ധവിശ്വാസികളുമായി പോയത് എന്ന് നിങ്ങൾ നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. ലോകം നിയന്ത്രിക്കുന്നത് അതിന്റെ ഉടമസ്ഥനാണ്, അത് സൃഷ്ടിച്ചതും അവനാണ്. CM മടവൂർ ഔലിയക്കാക്ക ഇവിടെ ജനിച്ചപ്പോ ഈ ലോകമുണ്ട്, ഈ ലോകം പരിപാലിക്കുന്ന ഒരു അള്ള ഉണ്ട്, ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഉണ്ട്. CM മടവൂർ മരിച്ചുപോയപ്പോഴുണ്ട്. ഇനി CM മടവൂർ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അള്ള ഉണ്ടാവും. അവിടെ CM മടവൂര് എങ്ങോട്ടാണ് എന്ന് അള്ളാഹു നിശ്ചയിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ അതിന് നരകമാണോ സ്വർഗമാണോ ഇനി ഇത് രണ്ടുമല്ലാത്തൊരു ഇടമാണോ അറിയില്ല. അദ്ദേഹത്തിന് മാനസിക രോഗമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം എവിടെയാണെങ്കിലും അള്ള ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ട്, അള്ള നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അള്ളാഹുവിന്റെ പ്രതാപം അതിന് അന്നും ഇന്നും എന്നും മങ്ങലേൽക്കുന്നില്ല. അള്ളാഹു എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ടതേ അല്ല. അള്ളാഹു എന്നുള്ളത് ജനിച്ചവനുമല്ല, മരിക്കുന്നവനുമല്ല, നശിക്കുന്നവനുമല്ല. ആ അള്ളാഹു ആണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് ചെങ്ങായിമാരെ ഇങ്ങനെ നിങ്ങൾ കുരുപൊട്ടി ഒലിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഉമ്മത്തിനെ പഴപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. നമ്മളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കൂല. കാര്യം നമ്മൾ കിതാബ് ഓതാത്തവനാണ്. നിങ്ങൾ 10 കിതാബും പിന്നെ കുറെ കിതാബ് ഓതിയ ആളുകളാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ 10 കിതാബ് എന്ന് പറയുമ്പോൾ കുറെ 10 കിതാബോ 10 കെട്ടോ കുറെ ചെറിയൊരു കിതാബാണ് കേട്ടോ. ഈ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഇവര് അനങ്ങിയ പറയുക, ഫത്തുൽ മുഈൻ ഓതിയിട്ടുണ്ട്, 10 കിതാബ് ഓതിയിട്ടുണ്ട്, മന്ദിക്ക് ഓതിയിട്ടുണ്ട്, ജമ്മുൻ ജവാമി ഓതിയിട്ടുണ്ട്, ഇങ്ങനെ കുറെ കിതാബുകളെ കഥയൊക്കെ പറയും. എന്ത് ഓതിയിട്ട് എന്ത് കാര്യം? അന്തല്ലെങ്കിൽ പോയില്ലേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു ആണ് ഈ ലോകം സൃഷ്ടിച്ചത് എങ്കിൽ അള്ളാഹുവിന് ഇത് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളെ നിയമിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് അതും അള്ളാഹുവിൻ്റെ ഉത്തരവിനനുസരിച്ചാണ്. അവർ തക്ലീഫില്ലാത്തവരാണ്, അവർക്ക് ചിന്തയില്ല, അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അല്ല എന്ത് പറഞ്ഞോ അത് മാത്രം ചെയ്യുന്നവരാണ്. പിന്നെ അള്ളാഹുവിടെ ഈ ലോകത്ത് തർബിയത്തിൻ്റെയും ദഅവത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് അനേകായിരം ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ വിട്ടിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ദഅവത്ത് നടത്താൻ പറ്റുമോ? ഇല്ല. അത് മനുഷ്യരിലേക്കും ജിന്നുവർഗത്തിലേക്കും മനുഷ്യരായിട്ടുള്ള ആളുകളെ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ പാടെ കൂട്ടിക്കൊച്ചൊരു ചാറും ചോറും ഒന്നാക്കല്ല എൻ്റെ മൗലിയക്കന്മാരെ. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.